business combinations, capital profits and revenue profits. Acquisition between two balance sheet dates. If acquisition takes place in the middle of an accounting year, the current year profit of the subsidiary may have to be divided into capital profit portion and revenue profit portion. Profit of the current year up to the date of acquisition is capital profit. Profit earned after the date is revenue profit. In the absence of other indications, current year profit may be divided into capital profit and revenue profit in the time ratio. Then both the profits may be shared between holding company and minority shareholders in the shareholding ratio. Capital profit portion of holding company is counted for calculation of goodwill or capital reserve, while that of minority is included in minority interest. Revenue profit portion of holding company is added to its revenue reserves, and that of minority is included in minority interest. സോ ഇവിടെ നമ്മൾ നേരത്തെയുള്ള സ്ലൈഡ് കണ്ടിട്ടുള്ള പോലെ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ കറണ്ട് ഇയറിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ മിഡിലിൽ വെച്ചിട്ടാണ് നമ്മൾ അക്വിസിഷൻ നടത്തുന്നത്. അപ്പോൾ അക്വിസിഷന് മുമ്പുള്ള ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടാവും, മുമ്പ് ഉള്ള ഒരു ഡേറ്റിലുള്ള ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടാവും. അക്വിസിഷന് ശേഷമുള്ള കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ച് അക്വിസിഷൻ നടത്തുമ്പോൾ കറണ്ട് ഇയറിലെ പ്രോഫിറ്റിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അതിനെ റവന്യൂ പ്രോഫിറ്റ് പോർഷനും ക്യാപിറ്റൽ പ്രോഫിറ്റ് പോർഷനുമായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. ക്യാപിറ്റൽ പ്രോഫിറ്റ് പോർഷനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ ഓർ ക്യാപിറ്റൽ റിസർവിൽ ഉൾപ്പെടുത്തണം. റവന്യൂ പ്രോഫിറ്റ് പോർഷനെ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് എച്ചിനും എസിനും ഇടയിൽ ഡിവൈഡ് ചെയ്യണം. എച്ചിൻ്റെ പോർഷൻ എച്ചിൻ്റെ റവന്യൂ റിസോഴ്സിനോട് ആഡ് ചെയ്യണം. മൈനോറിറ്റിയുടെ പോർഷൻ അവരുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റിലും ആഡ് ചെയ്യണം. ഓക്കെ, അതിലൊരു മിസ്റ്റേക്ക് പറ്റി. എച്ചിൻ്റെയും എസിൻ്റെ ആയിട്ടല്ല, എച്ചിൻ്റെയും മൈനോറിറ്റിയുടേതായിട്ട് ഡിവൈഡ് ചെയ്യണം. മൈനോറിറ്റിയുടെ പോർഷൻ മൈനോറിറ്റി ഇൻട്രസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ലെറ്റ് us see an example. H Limited acquired 80% shares in S on 30th September 2019. As on 1st April 2019, S had rupees 50,000 in its surplus account and an unwritten off balance of rupees 10,000 in preliminary expenses. H paid rupees 4,50,000 for 80% shares of S. From the following balance sheet as on 31st March 2020, prepare a consolidated balance sheet. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, എസിന് 1st April 2019 50,000 രൂപ സർപ്ലസ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു. മറ്റ് റിസോഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അതുകൂടാതെ അവിടെ ഒരു അൺറിട്ടൺ ഓഫ് ബാലൻസ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ട് 10,000. അതൊരു അക്യുമുലേറ്റഡ് ലോസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇൻ ദി ബുക്സ് ഓഫ് എസ് ഓൺ 1st April 2019 ഈസ് 50,000 സർപ്ലസ് അക്കൗണ്ട് മൈനസ് 10,000 അൺറിട്ടൺ ഓഫ് ബാലൻസ് ഇൻ പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട്. അതാണ്. അപ്പോൾ 40,000 രൂപയാണ് അന്നത്തെ ദിവസം ഉള്ളത്. അതിൽ റിസേർവ്സ് ആയിട്ട് ഉള്ളത് 50,000 രൂപ സർപ്ലസ് അക്കൗണ്ടിൽ മാത്രമാണ്, വേറൊന്നുമില്ല. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ 10 ലക്ഷം, 5 ലക്ഷം. റിസേർവ്സ് ആൻഡ് സർപ്ലസ് 2,90,000. റിസേർവ്സ് ആൻഡ് സർപ്ലസ് എസിൻ്റെത് 90,000 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, തുടക്കത്തിൽ 50,000 ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്ന് 10,000 കുറയ്ക്കേണ്ടതായിരുന്നു, അപ്പോൾ 40,000 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 90 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നൗ current liabilities, trade payables 1 lakh, then 60,000. Then assets, fixed assets 6,50,000, 5 lakh. Non-current investments 4,50,000. Then current assets 2 lakh, 1,50,000. Total 13 lakh, 6,50,000. Notes are given. Equity shares of rupees 10 each fully paid. ആകെ എസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. അതിൽ 60%, 80%
എച്ച് അക്വയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. നൗ റിസർവ്സ് ആൻഡ് സർപ്ലസ്. ജനറൽ റിസർവ് എസിൻ്റെ നോക്കിയാൽ മതി, എച്ചിൻ്റെത് നമുക്ക് തൽക്കാലം പരിഗണിക്കേണ്ട ആവശ്യമില്ല, അവസാനം നോക്കിയാൽ മതി. എസിൻ്റെത് നോക്കിയാൽ ജനറൽ റിസർവ്സ് 10,000, സർപ്ലസ് അക്കൗണ്ട് ബാലൻസ് 85,000, അങ്ങനെ ടോട്ടൽ 95,000 ലെസ് പ്രിലിമിനറി എക്സ്പെൻസസ് നോട്ട് റിട്ടേൺ ഓഫ് 5,000, അത് കുറച്ചിട്ടുണ്ട്, ബാക്കി 90,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ എസിൻ്റെ ബാലൻസ് ഷീറ്റിൽ 1/4/19 ഉണ്ടായിരുന്നില്ല, ജനറൽ റിസർവ് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ 10,000 രൂപ ജനറൽ റിസർവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഈ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സർപ്ലസ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ് ഈ 10,000 രൂപ. ഈ വർഷം സർപ്ലസ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജനറൽ റിസർവാണ് ഈ 10,000. ഓക്കെ. അപ്പോൾ സർപ്ലസ് അക്കൗണ്ടിനെ നമ്മൾ 10,000 ഡെബിറ്റ് ചെയ്തു, ജനറൽ റിസർവിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതുകൂടാതെ സർപ്ലസ് അക്കൗണ്ടിന് തുടക്കത്തിലുണ്ടായിരുന്ന ബാലൻസ് 50,000 ആയിരുന്നു, അതിപ്പോൾ 85,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 35,000 അഡീഷൻ വന്നിട്ടുണ്ട്, അതും ഈ വർഷത്തെ പ്രോഫിറ്റാണ്. ഇതുകൂടാതെ പ്രിലിമിനറി എക്സ്പെൻസസ് തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞിരുന്നു ഒരു 10,000 രൂപ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഡിഡക്ഷനായിട്ട് കഴിച്ചിട്ടുള്ളത് 5,000 രൂപ മാത്രമാണ്. അപ്പോൾ ബാക്കി 5,000 നമ്മൾ ഈ വർഷം റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, അതും ഈ വർഷത്തെ സർപ്ലസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് 5,000 രൂപ. ഓക്കെ. ഇതെല്ലാം നമ്മൾ റിവേഴ്സ് ചെയ്യണം, എന്നാലേ നമുക്ക് ഈ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് കാണാൻ പറ്റും. ഓക്കെ. നൗ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് എസ് 4,50,000. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള വർക്കിംഗ് നോട്ട്സ് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ്സ് മെയ്ഡ് ബൈ എസ് ലിമിറ്റഡ് ഡ്യൂറിങ് ദ ഇയർ, ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ദി എൻഡ്. നമ്മൾ ഈ വർഷത്തെ എസ് ഈ വർഷം ഉണ്ടാക്കിയിട്ടുള്ള ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷനാണ് ആദ്യം നടത്തുന്നത്. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എടുത്തു. എസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എടുത്തു. ബാലൻസ് അത് നോട്ട്സിൽ തന്നിട്ടുണ്ട് 85,000 രൂപ. അതിനകത്തുനിന്ന് ഓപ്പണിംഗ് ബാലൻസ് കുറച്ചു, 50,000 തന്നിട്ടുണ്ട്, നേരത്തെ തന്നിട്ടുണ്ട്, അതിൽ 50,000 കുറച്ചു, ബാക്കി 35,000. ഈ 35,000-നോട് നമ്മൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന 10,000 ആഡ് ബാക്ക് ചെയ്തു. ഓക്കെ. മാത്രമല്ല പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു 5,000 രൂപ ഈ വർഷം, അതും ആഡ് ബാക്ക് ചെയ്തു. ഓക്കെ. അങ്ങനെ പ്രോഫിറ്റ് ഏൺഡ് ഡ്യൂറിങ് ദ ഇയർ ഈസ് 50,000. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു, അതിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസ് കുറച്ചു, 50,000 കുറച്ചു, 35,000 ഒന്ന് കിട്ടി. അതിനോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഈ വർഷം ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഐറ്റംസ്, ട്രാൻസ്ഫറുകൾ, റൈറ്റിംഗ് ഓഫുകൾ എല്ലാം ആഡ് ബാക്ക് ചെയ്തു. ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ജനറൽ റിസർവിലേക്ക് 10,000 രൂപ, റൈറ്റ് ഓഫ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സ്പെൻസ് 5,000 രൂപ, ഇത്രയും ആഡ് ബാക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ വർഷം നമ്മൾ യഥാർത്ഥത്തിൽ ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണ് എന്ന് കിട്ടി, 50,000 രൂപ. ഈ 50,000 രൂപയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ക്യാപിറ്റൽ പ്രോഫിറ്റ് പോർഷനായും റവന്യൂ പ്രോഫിറ്റ് പോർഷനായും ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ടൈം റേഷ്യോയിലാണ്. നമ്മൾ ഈ അക്വിസിഷൻ നടത്തുന്നത് 30th സെപ്റ്റംബറിലാണ്. അപ്പോൾ 30th സെപ്റ്റംബർ വരെ ഉള്ള പ്രോഫിറ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. 30th സെപ്റ്റംബറിന് ശേഷം ഏൺ ചെയ്ത പ്രോഫിറ്റ് റവന്യൂ പ്രോഫിറ്റാണ്. അപ്പോൾ 1st ഏപ്രിൽ മുതൽ 30th സെപ്റ്റംബർ വരെ 6 മാസമുണ്ട്. 30th സെപ്റ്റംബർ മുതൽ 31st മാർച്ച് 2020 വരെ 6 മാസം. സോ ടൈം റേഷ്യോ നമ്മൾ എടുക്കുന്നു, അതായത് 6:6, സോ 1:1, ഹാഫ് ഹാഫ്. സോ 50,000-ൻ്റെ ക്യാപിറ്റൽ പ്രോഫിറ്റ് പോർഷൻ എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 6/12, 25,000 ക്യാപിറ്റൽ പ്രോഫിറ്റ്. ദെൻ റവന്യൂ പ്രോഫിറ്റ് പോർഷനും അതുപോലെ തന്നെ 50,000 ഇൻറ്റു 6/12, 25,000. സോ 50,000-നെ 25,000 ക്യാപിറ്റൽ പ്രോഫിറ്റ് പോർഷനായും 25,000 റവന്യൂ പ്രോഫിറ്റ് പോർഷനായും നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി ഈ റവന്യൂ പ്രോഫിറ്റ് പോർഷനെ നമ്മൾ എച്ച് ലിമിറ്റഡിൻ്റെ ഷെയർ 80%, 20,000, മൈനോറിറ്റിയുടെ ഷെയർ 20%, 5,000. ഇതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് വേറെ ഉള്ളതുകൊണ്ട് നമ്മളത് തൽക്കാലം ഡിവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ. റവന്യൂ പ്രോഫിറ്റിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തു. ക്യാപിറ്റൽ പ്രോഫിറ്റ്
ഇത് മാത്രമല്ല, അതിന് മുമ്പുള്ള പ്രോഫിറ്റും ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്യുന്നില്ല. അത് ഒരുമിച്ച് കണ്ടതിന് ശേഷം ഡിവൈഡ് ചെയ്യാം. ഓക്കെ. നൗ രണ്ടാമത്തെ വർക്കിംഗ് നോട്ട്, കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഓക്കെ. അപ്പോൾ അതിൽ റിസർവ്സ് ആസ് ഓൺ 1st April 2019 സർപ്ലസ് അക്കൗണ്ട് ബാലൻസ് ആണെന്ന് അവിടെ ഉണ്ടായിരുന്നത് 50,000 രൂപ മാത്രം. ഓക്കെ. അതിൽ നിന്ന് അന്നുണ്ടായിരുന്ന പ്രിലിമിനറി എക്സ്പെൻസസ് നോട്ട് റിട്ടേൺ ഓഫ് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. 50,000 നിന്ന് 10,000 രൂപ. അത് ക്വസ്റ്റ്യനിലെ തുടക്കത്തിൽ തന്നിട്ടുണ്ട്, നമ്മൾ കുറയ്ക്കുന്നു. ഓക്കെ. ഇതിനോട് അപ്പോൾ നമുക്ക് 40,000 ഒന്ന് കിട്ടും. അതിനോട് നമ്മൾ കറണ്ട് ഇയർ പ്രോഫിറ്റിലെ ക്യാപിറ്റൽ പ്രോഫിറ്റ് പോർഷൻ ആഡ് ചെയ്യുന്നു. ഓക്കെ. 50,000 നിന്ന് 10,000 കുറയ്ക്കുക, 40,000. അതിനോട് ക്യാപിറ്റൽ പ്രോഫിറ്റ് പോർഷൻ ഓഫ് കറണ്ട് ഇയർ ആഡ് ചെയ്യുന്നു, 25,000. അങ്ങനെ നമുക്ക് 65,000 റുപ്പീസാണ് എസ് ലിമിറ്റഡിൻ്റെ അക്വസിഷനിലൂടെ ഉണ്ടാകുന്ന ആകെയുള്ള ആ സമയത്തുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റ്. എസ് ലിമിറ്റഡിലുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 65,000 ആണ്. അതിനെ നമുക്ക് എച്ചിൻ്റെയും എസിൻ്റെയും ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ എച്ച് ലിമിറ്റഡ് ഷെയർ ഈസ് 80%. So 80% of 65,000, 52,000 rupees. 20% minority share, 13,000 rupees. ഇനി നമുക്ക് ഗുഡ് വില്ലോ ക്യാപിറ്റൽ റിസർവോ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ. എമൗണ്ട് പെയ്ഡ് ഫോർ 80% ഷെയർസ് ഇൻ എസ് തന്നിട്ടുണ്ട്, 4,50,000 രൂപ. അതിൽ നിന്ന് എച്ച് ലിമിറ്റഡ് അക്വയർ ചെയ്തിട്ട് നെറ്റ്വർത്ത് നമ്മൾ കുറയ്ക്കുന്നു. പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് 80% ഷെയർസ് 4 lakh. അതിനോട് എച്ച് ലിമിറ്റഡ് ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആഡ് ചെയ്യുന്നു, 52,000. അങ്ങനെ 4,52,000 ആണ് നെറ്റ് വർത്ത് അക്വയേർഡ് ബൈ എച്ച്. പേ ചെയ്തിട്ടുള്ളത് 4,50,000 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, ക്യാപിറ്റൽ റിസർവ് ഉണ്ടായിട്ടുണ്ട്. 2,000 രൂപ ക്യാപിറ്റൽ റിസർവാണ്. ഓക്കെ. അക്വയർ ചെയ്ത നെറ്റ് വർത്ത് 4,52,000, പേ ചെയ്ത എമൗണ്ട് 4,50,000. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അക്വിസിഷനിലൂടെ ഉണ്ടായിട്ടുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് 2,000 റുപ്പീസ്. ഇനി നമുക്ക് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് 20% ഷെയർസ് 1 lakh. മൈനോറിറ്റി ഷെയർ ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 13,000 രൂപ. അതിനോട് മൈനോറിറ്റി ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ് ആഡ് ചെയ്തു, 5,000. സോ ടോട്ടൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈസ് 1,18,000 റുപ്പീസ്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇനി നമുക്കൊരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. സോ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020. ഷെയർ ക്യാപിറ്റൽ, എച്ച് ഷെയർ ക്യാപിറ്റൽ ഓൺലി 10 lakh. റിസർവ്സ് ആൻഡ് സർപ്ലസ് 2 lakh റിസർവ്സ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു എച്ചിൻ്റെ ബുക്കിൽ. അതിനോട് 20,000 നമ്മൾ ആഡ് ചെയ്യുന്നു, 2,000 ആഡ് ചെയ്യുന്നു. ഇപ്പോൾ റിസർവ് ഓപ്പണിംഗ് ബാലൻസ് 2 lakh ആയിരുന്നു. അതിനോട് നമ്മൾ 20,000 ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കറണ്ട് ഇയറിലെ റവന്യൂ പ്രോഫിറ്റിൻ്റെ ഷെയറാണ്. എച്ച് ലിമിറ്റഡിൻ്റെ ഷെയർ ഇൻ റവന്യൂ പ്രോഫിറ്റ് ഓഫ് കറണ്ട് ഇയർ 20,000. 2,000 ആഡ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ റിസർവാണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ റിസർവ്. അങ്ങനെ 2,22,000 ആണ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് എച്ച്. ഓക്കെ. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 1,18,000. കറണ്ട് ലയബിലിറ്റീസ് രണ്ടിനെയും കൂടെ ടോട്ടൽ 1,60,000. ടോട്ടൽ ഓഫ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ് 15 lakh. നൗ അസറ്റ് സൈഡ് നോൺ കറണ്ട് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ് 11,50,000. രണ്ടിനെയും കൂടെ ടോട്ടൽ. കറണ്ട് അസറ്റ്സ് 3,50,000. സോ അസറ്റ് ടോട്ടൽ 15 lakh. ഓക്കെ. അപ്പോൾ ബാലൻസ് ഷീറ്റ് ടാലീസ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ചെയ്യേണ്ടത്. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ.